രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയമായി. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് മുൻപ് സർക്കാരിനെ ഓട്ടോ പൈലറ്റിലും റിമോട്ട് പൈലറ്റിലും നിയന്ത്രിച്ചിരുന്നതെന്നായിരുന്നു മോദിയുടെ പരിഹാസം. ഇവർ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ല, അവർക്ക് കാത്തിരിക്കാൻ അറിയില്ലെന്നും മോദി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. UPA കാലത്ത് മൻമോഹൻ സിംഗ് സർക്കാരിനെ പിന്നണിയിലിരുന്ന് നിയന്ത്രിച്ചിരുന്നത് സോണിയാഗാന്ധിയാണെന്ന് BJP ആരോപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു മോദിയുടെ പരിഹാസം. എന്നാൽ ഇതു കേട്ട പ്രതിപക്ഷത്തിന് സഹിച്ചില്ല. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ MPമാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെടാൻ അനുമതി നൽകാതിരുന്നത് കൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷം അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ നിൽക്കാതെ ഓടിപ്പോകാറാണ് പതിവെന്നും മോദി കുറ്റപ്പെടുത്തി. ഞങ്ങൾ കഠിനാധ്വാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. കഴിഞ്ഞ 10 വർഷം എന്താണോ ചെയ്തത് അത് കൂടുതൽ മികവോടെ ചെയ്യും. ഞങ്ങളുടെ സ്വപ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു അപ്പറ്റൈസർ പോലെയായിരുന്നു. മെയിൻ കോഴ്സ് ഇപ്പോഴാണ് ആരംഭിച്ചതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം പ്രതിപക്ഷം സ്പീക്കറോട് നിരന്തരം ഇടപെടാനുള്ള അനുമതി തേടിയിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കൂ എന്നായിരുന്നു ആവശ്യം. ഞങ്ങൾക്കും സ്വന്തം നിലപാടുകളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ടെന്ന് ഖാർഗെ പറഞ്ഞിരുന്നു. എന്നാൽ അനുമതി ലഭിക്കാതായതോടെ കള്ളം പറയുന്നത് നിർത്തൂ, നാണമില്ലേ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഉടനെ തന്നെ ധൻകർ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ നടപടികൾ ശരിയല്ല, അൺപാർലമെന്ററി നടപടികളെ അപലപിക്കുന്നു, ദയവായി ഇരിക്കൂ എന്നാണ് ധൻകർ പറഞ്ഞത്. മുദ്രാവാക്യങ്ങൾ ഉയർന്നതോടെ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തി. രാജ്യമെല്ലാം കാണുന്നുണ്ട്, കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് സത്യം കേൾക്കാൻ ധൈര്യമില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേൾക്കാൻ പോലും അവർ തയ്യാറല്ല. അവർ രാജ്യസഭയെയും അതിന്റെ പാരമ്പര്യത്തെയും അപമാനിക്കുകയാണ്. ജനങ്ങളെ അവരെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തി കഴിഞ്ഞു. അവർക്ക് ബഹളമുണ്ടാക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും അറിയില്ല. മുദ്രാവാക്യം വിളിക്കുക, ബഹളമുണ്ടാക്കുക, എന്നിട്ട് ഓടിക്കളയുക, ഇതാണ് അവരുടെ വിധി. പ്രതിപക്ഷത്തിന്റെ നടപടികൾ വേദനിപ്പിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവിന് തടസ്സങ്ങളില്ലാതെ സംസാരിക്കാൻ അനുമതി നൽകിയതാണ്. അവർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, അവർ ഉപേക്ഷിച്ചത് മാന്യതയാണ്. അവർ എന്നോടല്ല, ഭരണഘടനയോടാണ് മുഖം തിരിച്ചിരിക്കുന്നത്. ഇതിലും വലിയൊരു ബഹുമാനക്കുറവ് ഭരണഘടനയോട് കാണിക്കാനില്ലെന്നും അതിനെ അപലപിക്കുകയാണെന്നും പ്രതിപക്ഷ MPമാർ തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നതെന്നും ധൻകർ വ്യക്തമാക്കി. അതേസമയം ലോക്സഭയിലെ NDAയുടെ വിജയത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. 60 വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് ഒരു മുന്നണി തുടർച്ചയായി 3ാം വട്ടവും അധികാരത്തിൽ വരുന്നതെന്നും ജനങ്ങളുടെ തീരുമാനത്തെ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്നും മോദി ആരോപിച്ചിരുന്നു. ഏതായാലും ഈ തുറന്നടിക്കൽ എവിടം വരെ എത്തുമെന്നും കാത്തിരുന്നു കാണാം.